ബത്തേരി ഗൂഡല്ലൂർ ഹൈവേയിൽ, വയനാട്ടിൽ തന്നെയാണ്, ബത്തേരി ഗൂഡല്ലൂർ ഹൈവേയിൽ നൂൽപ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണം. ലോകകപ്പ് മത്സരം കണ്ടു മടങ്ങുകയായിരുന്ന 3 അംഗ സംഘത്തെയാണ് കാട്ടാന ആക്രമിച്ചത്. 12ഓളം കാട്ടാനകൾ അടങ്ങിയ കൂട്ടമാണ് റോഡിൽ നിലയുറപ്പിച്ചിരുന്നത്. കാറിന്റെ ബോണറ്റിൽ കാൽ കുത്തിയ ആന കൊമ്പുകൊണ്ട് മുൻവശത്തെ ഗ്ലാസ് കുത്തിത്തകർത്തു. ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്തെ, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഈ വാഹനയാത്രികരിൽ നിന്ന് ആനയെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ്. സാധാരണഗതിയിൽ രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള വനമേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള കാട്ടുമൃഗങ്ങളെ പ്രകോപിപ്പിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രകോപനം ഈ വാഹനയാത്രികരുടെ ഭാഗത്തു നിന്നുണ്ടായോ? ഒരു സംശയം ചോദിച്ചതാണ്. ജോഷി, അത്തരത്തിലല്ല. അങ്ങനെ പ്രകോപനം എന്ന് പറയാൻ വേണ്ടി കഴിയുകയില്ല. അത് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വെപ്രാളമാണ് അവിടെ സംഭവിച്ചത്. അതാണ് ആ ദൃശ്യത്തിൽ കാണുന്നതും. എന്തായാലും ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12:00 കളി കഴിഞ്ഞ്, അതായത് വേൾഡ് കപ്പ് മത്സരം ബത്തേരിയിൽ നിന്ന് കണ്ട് പാട്ടവയലിലുള്ള സുഹൃത്തിനെ ആക്കാൻ വേണ്ടി പോവുകയായിരുന്നു അമീൻ എന്ന് പറയുന്ന യുവാവ്. അദ്ദേഹത്തിന്റെ മറ്റ് 2 സുഹൃത്തുക്കളുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അങ്ങനെ കാറുമായി നുൽപ്പുഴ ഭാഗത്തൂടെ കടന്നു പോവുകയായിരുന്നു. ഇത് ഹൈവേ ആണ്, അതായത് ഊട്ടിയിലേക്ക് പോകുന്ന ബത്തേരിയിൽ നിന്ന് പോകുന്ന ഹൈവേ ആണ്, വനമേഖലയാണ്, വനമേഖലയിലൂടെയുള്ള പാതയാണ്. സ്വാഭാവികമായും വന്യമൃഗങ്ങൾ രാത്രി വിഹരിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് 12ഓളം കാട്ടാനകൾ ഈ റോഡിന് മുന്നിൽ നിലയുറപ്പിക്കുന്ന അവസ്ഥയുണ്ടായത്. ഇതിലൊരു കാട്ടാന പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. നേരെ വന്ന് അത് ബോണറ്റിൽ ചവിട്ടി ഈ ചില്ലിന് കുത്തുകയായിരുന്നു. വളരെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് യുവാക്കളുടെ ഭാഗത്തുണ്ടായത്. നമ്മൾ ഈ അമീനുമായി വിശദമായി സംസാരിച്ചു. അമീൻ പറയുന്ന കാര്യം, അവർ പാട്ടവയലിലേക്ക് സുഹൃത്തിനെ ഇറക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന മേഖലയാണ് നൂൽപ്പുഴ എന്ന് പറയുന്ന പ്രദേശം. കാരണം രാത്രിയിലെല്ലാം തന്നെ, എപ്പോഴും രാത്രിയിൽ മാത്രമല്ല പകൽ പോലും കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണിത്. ഈ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളുകൾക്കൊന്നും പരിക്കേൽക്കാതെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ വാഹനത്തിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. ജോഷി, സുർജിത്ത് പ്രോഗ്രാമിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നല്ലോ. വയനാട്ടിൽ നല്ല മഴയുണ്ടോ ഇപ്പോൾ? മഴ എന്ന് പറയുമ്പോൾ മഴയിൽ വലിയ രീതിയിലുള്ള കുറവ് അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ വലിയ മഴ എന്നുള്ള തരത്തിലാണ്. ഇപ്പോഴൊക്കെ മഴ ഒഴിഞ്ഞൊരു സന്ദർഭമാണ്. ഇപ്പോൾ 2 ദിവസമായി ഒന്ന് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. പ്രത്യേകിച്ച് ഈ ഡാമുകളൊക്കെ തന്നെ ജലനിരപ്പ് വലിയ രീതിയിൽ താഴ്ന്ന നിലയിലാണ്. മാത്രമല്ല വയനാടിൻ്റെ പ്രധാനപ്പെട്ട നദിയാണ് കബനിപ്പുഴ. കബനിപ്പുഴയുടെ അതിലൊന്നും വെള്ളം വേണ്ട വിധത്തിൽ എത്താത്ത ഒരു നിലയൊക്കെ ഉണ്ട്. മഴ വലിയ കുറവുണ്ട്. മറ്റ് ജില്ലകളിലെ പോലെ തന്നെ അത്ര വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്ത് വയനാട്ടിൽ സംഭവിച്ചിട്ടില്ല. അതായത് 40% അധികം മഴക്കുറവുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. മഴ പെയ്യട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നുള്ളതാണ്. പക്ഷേ മഴ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മഴപ്പേടിയുള്ള ഇടം കൂടിയാണ് വയനാട്. ജോഷിക്ക് അറിയാമല്ലോ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ആശങ്കയുണ്ട്. ഞാൻ നിൽക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ കായകൽപ്പം പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് കളക്ട്രേറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ മന്ത്രി കെ മുരളീധരനെയും ഒപ്പം തന്നെ ടി സിദ്ദിഖിനെയും കാത്തു നിൽക്കുകയാണ്. അവരുടെ പ്രതികരണം ആരായാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ കായകൽപ്പം പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങളൊക്കെ കെ മുരളീധരൻ നടത്തിയിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. മാനന്തവാടിയിൽ തന്നെ മെഡിക്കൽ കോളേജ് തുടരും എന്നുള്ള ഒരു തരത്തിലുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ കൽപ്പറ്റയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത്തരം പോസിറ്റീവായ ചില കാര്യങ്ങൾ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണമായി തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ജോഷി, കെ മുരളീധരന്റെ പ്രതികരണം, ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം അടക്കം അല്പസമയത്തിനകം സുർജിത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.